അയ്യപ്പേട്ട, PV അൻവറിൻ്റെ UDF-ലേക്കുള്ള പ്രവേശം അതായിരുന്നു ഇത്രയും ദിവസം ചർച്ചാ വിഷയം. അത് തന്നെയാണ് ഇപ്പോഴും വിഷയമായിക്കൊണ്ടിരിക്കുന്നതും വിവാദമായിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ PV അൻവറിനോടുള്ള സമീപനങ്ങൾക്ക് പിന്നിൽ പിണറായിസം എന്നൊന്നുണ്ടോ? അതായത് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം അദ്ദേഹം വെറുതെ ഒന്നും പറയത്തില്ല. കാര്യം നമ്മൾ ഈ ഒരു VD സതീശൻ എന്ന നേതാവിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു അപ്രമാദിത്വം കാണിക്കുന്നത്, അതായത് നമ്മൾ പറയും പരകായ പ്രവേശമെന്ന് പറയും. ഒരു വ്യക്തി മറ്റൊരാളുടെ വ്യക്തിത്വം കടം കൊള്ളുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മൂല്യച്യുതിയാണ്. കാര്യം ഒരാൾക്ക് ഒരാളുടെ സ്റ്റൈലാകാനേ കഴിയുള്ളൂ. പക്ഷെ മറ്റൊരാളെ അനുകരിച്ച് അതേപോലെയൊക്കെ പെരുമാറാൻ ശ്രമിക്കുമ്പോൾ അയാൾ തന്നെ ഇടിഞ്ഞു താഴുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വമുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ VD സതീശനെ സംബന്ധിച്ച് VD സതീശൻ്റെ PV അൻവറിനെ ഇതിനകത്തേക്ക് എടുക്കണ്ട, UDF-ലേക്ക് എടുക്കണ്ട എന്നൊരു തീരുമാനം പറയുമ്പോൾ VD സതീശൻ പിണറായി വിജയൻ എങ്ങനെയാണോ അൻവറിനോട് പെരുമാറിയത് അത്തരത്തിൽ ഒരു രീതി, അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പിണങ്ങിപ്പോയാൽ പിന്നെ അവൻ രക്ഷപ്പെടാൻ പാടില്ല. അത് പാർട്ടിയിലെ അംഗമായിരുന്നാലും പാർട്ടിയിൽ ഉന്നത സ്ഥാനത്ത് ഇരുന്നവനായാലും MLA ആയാലും അവനെ മുച്ചൂട് മുടിക്കുക എന്നുള്ളതാണ് CPM-ൻ്റെ ഇന്ന് വരെയുള്ള ആ ഒരു രീതി. അത്തരത്തിൽ PV അൻവർ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ PV അൻവർ ഇറങ്ങിക്കഴിഞ്ഞ് അൻവർ UDF-ലേക്ക് കയറരുത് എന്നുള്ളത് പിണറായി വിജയൻ്റെ CPM-ൻ്റെ അജണ്ടയായിരുന്നു. അപ്പോൾ ആ അജണ്ട നടപ്പാക്കുന്നതിന് പിണറായി വിജയൻ ഉപയോഗിച്ച ടൂളാണ് VD സതീശൻ എന്നുള്ളത് അൻവർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ഒരിക്കലും ഇങ്ങനെയല്ല പെരുമാറുന്നത്. ഇത്രയും കടുംപിടുത്തം ഉണ്ടാകില്ല. ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഒരു പാരമ്പര്യമുണ്ട്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം K. കരുണാകരനിൽ തുടങ്ങി AK ആന്റണി വഴി ഉമ്മൻചാണ്ടി വഴി അങ്ങനെ ഇപ്പോൾ അവസാനം രാഹുൽ മാങ്കൂട്ടം വരെ എത്തി നിൽക്കുമ്പോൾ അവർക്കൊരു പാരമ്പര്യമുണ്ട്. രണ്ട്, ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ അൻവറിനോട് പെരുമാറിയത് ഒരു ഇലക്ഷൻ ടൈമിലായത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും പിന്നെ ഇദ്ദേഹം പറഞ്ഞു കണ്ടില്ലേ, K. സുധാകരൻ പറഞ്ഞു, മുരളീധരൻ പറഞ്ഞു, ആരെല്ലാം പറഞ്ഞു ഒരിക്കലും അൻവറിനോട് ഇങ്ങനെ പെരുമാറരുത്. ഇത്രയും കടുംപിടുത്തം പിടിക്കുമ്പോഴേ എൻ്റെ ഒരു ചെറിയ സംശയമാണ്, തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ ഇത്രയും കടുംപിടുത്തം VD സതീശൻ പിടിക്കുന്നു, അത് ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് എതിരായി ഭവിക്കുമെന്നുള്ളത് എന്തായാലും ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ തന്നെയായിരിക്കും AICC ഒഴിക്കുന്നത്. അല്ല, പ്രീത പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പ്രീത ചോദിച്ച ഒരു സാധാരണ ചോദ്യമാണ്. അവർക്കൊരു തിരുത്തൽ സതീശനോട്, അതായത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും സതീശനെ വിളിച്ചിട്ടാണെങ്കിലും പറയാം, കുറച്ച് മയപ്പെടുത്തണം നിലപാടുകൾ എന്ന് പറയാനായിട്ട് AICC-ക്ക് കഴിയില്ലേ? AICC പ്രത്യേകിച്ച് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. KC വേണുഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ KC വേണുഗോപാൽ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത്? അപ്പോൾ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരു ടൂള് മാത്രമായി മാറി. KC വേണുഗോപാലും VD സതീശന്റെ കയ്യിലെ ടൂളായി മാറി. കാര്യം എന്ന് വെച്ചാൽ അതെങ്ങനെ സംഭവിക്കും ചേട്ടാ? അതായത് പ്രീത, ഞാൻ ഈ പറയുന്ന 2 ദിവസത്തിന് മുമ്പുള്ള കഥയാണ്. സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചോടെയാണ് ചിത്രം മാറുന്നത്. അവിടെയാണ് PV അൻവറിന്റെ ആർഗ്യുമെന്റിന്റെയും PV അൻവറിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ വില വരുന്നത്. ഇവർ വിചാരിച്ചു CPM ഏതാണ്ട് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന്. അവിടെയും സതീശന് തെറ്റി. പിണറായിസം എന്ന് പറയുമ്പോഴും സതീശന് തെറ്റി. അവിടെ പിണറായിയാണ് ആ കളി തന്നെ കളിച്ചത്. അല്ലയോ സതീശ, നിങ്ങൾ അൻവറിനെ നിങ്ങൾ കേറ്റണ്ട എന്ന നിർദ്ദേശം പിണറായി കൊടുത്തു എന്നുണ്ടെങ്കിൽ ആ പിണറായി തന്നെയാണ് സ്വരാജ് നീ മത്സരിക്കണമെന്ന് തോളിത്തട്ടി പറഞ്ഞത്. അതായത് പിണറായി പറഞ്ഞതനുസരിച്ച് VD സതീശൻ ചെയ്തു, കളിച്ചു. കളിച്ചപ്പോൾ വിചാരിച്ചത് ഷൗക്കത്തിന് മറ്റൊരു കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈസി വാക്ക് ഓവർ ഇതിൽ ഉണ്ടാകുമെന്ന് നല്ലൊരു എതിരാളിയെ കിട്ടില്ല എന്ന് കരുതി. അതെ, നല്ലൊരു എതിരാളി ഉണ്ടാവാതിരിക്കുമ്പോൾ ഷൗക്കത്തിന് അവിടെ മേൽക്കൈ കിട്ടും. അപ്പൊ അതിന് അവിടെ തുരങ്കം വെച്ചത് പിണറായി തന്നെ. ഒരേ സമയം 2 രീതിയിൽ പ്രവർത്തിച്ചു. രണ്ട് രീതിയിൽ പ്രവർത്തിച്ചു. പിണറായി തുടക്കത്തിൽ ചെയ്ത പിണറായിയുടെ തുടക്കത്തിൽ നിർദ്ദേശത്തിന് ഇദ്ദേഹം വശംവദനായി, സതീശൻ വശംവദനായി. അങ്ങനെയാണ് അൻവറിനെ ഇതിനകത്തേക്ക് എടുക്കണ്ട എന്നൊരു തീരുമാനം പറഞ്ഞു. ശരി,
എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് നിർത്താൻ ഒരാളില്ലേ, ഇദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് കൊടുത്തു. അവിടെ അത് ബൂമറങ്ങായി. അതൊരു പക്ഷേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞപ്പോ സതീശിന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ മത്സരിപ്പിക്കേണ്ട, അടുപ്പിക്കേണ്ട അൻവറിനെ എന്നാണ്. അപ്പൊ ഇവര് വിചാരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈസി വോക്ക് ഓവർ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു അമിതമായ ആത്മവിശ്വാസത്തിലായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, രാഹുൽ മാങ്കൂട്ടം ഒന്ന് കുന്തിക്കിളന്നെന്ന് പറയും, പച്ച മലയാളത്തിൽ കുന്തിക്കിളറുക എന്ന് പറയും. സ്വയം എന്തൊക്കെയോ ആണെന്നൊരു തോന്നല് രാഹുൽ മാങ്കൂട്ടം. സതീശന് അറിയാതെ അങ്ങനെ ഒരു പോസ്റ്റ് മാങ്കൂട്ടത്തിൽ സതീശന് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ചേട്ടാ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. സതീശൻ അറിയാതെ രാഹുൽ മാങ്കൂട്ടം ഒരു കാല് മുന്നോട്ട് വെക്കില്ല. അതെ, അതറിയോ? എന്നിട്ട് അത് ഞാൻ അതിലേക്ക് വരാം, അതിലേക്ക് ഞാൻ വരാം. വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് കെ സുധാകരൻ എന്ന കണ്ണൂരുകാരന് പിണറായി വിജയൻ ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത്. വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റി കെ സുധാകരന്. കെ സുധാകരൻ പറഞ്ഞ എന്ത് തെറ്റ്? എടോ വോട്ടാണോ വീഴേണ്ടത്, താൻ കൂടെ നിർത്ത് എന്നാണ് അയാൾ പറഞ്ഞത്. ഇപ്പൊ കെ സി വേണുഗോപാലിന്റെ കാര്യം പറയുന്നത് ഞാൻ ചോദിക്കുമ്പോൾ കെ സി വേണുഗോപാലിനെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. കെ സി വേണുഗോപാൽ പറയുന്ന സമയത്ത് എം സ്വരാജ് സ്ഥാനാർത്ഥി ആയിട്ടില്ല. എം സ്വരാജ് സ്ഥാനാർത്ഥി ആകാത്തൊരു ചിത്രമുള്ളപ്പോഴാണ് കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അപ്പൊ AICC എങ്ങനെ പറയും? AICC രാഹുൽ ഗാന്ധിക്ക് കേവലം ഇതേപോലെ കേരളത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇടപെടാൻ പറ്റും? അതിനിടെ കെ സി വേണുഗോപാലിനെ വെച്ചേക്കണേ. എന്നിട്ട് കെ സി വേണുഗോപാൽ ഇടപെട്ടോ? അവിടെ കണ്ണൂരുകാരനായ കെ സി വേണുഗോപാൽ പരാജയപ്പെടുകയല്ലേ ചെയ്തത്? അവിടെയാണ് AICC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു നേതാവെന്ന രീതിയിൽ കെ സി വേണുഗോപാൽ പൂർണ്ണ പരാജയമായെന്ന് പറയും. സത്യമാണ്, അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അൻവറിനെ വിളിച്ചത് സംസാരിക്കണം. അൻവറിന് ഇനിയിപ്പോൾ ഈ സഹതാപ തരംഗം കിട്ടില്ല. നിങ്ങൾ ആര് പറഞ്ഞു? സഹതാപ തരംഗം കിട്ടും. സഹതാപ തരംഗം കിട്ടുമ്പോൾ അൻവർ 8 കൊല്ലം MLA ആയിരുന്ന അൻവറിന് എന്ത് വന്നാലും SDPI കാരനേക്കാളും വോട്ട് കാണും. ചിലപ്പോൾ അൻവർ ഷൗക്കത്തിനേക്കാളും ചിലപ്പോൾ വോട്ട് കിട്ടും. ഷൗക്കത്ത് ഒരു പരാജയമാണ് എന്നുള്ള കാര്യം അൻവർ പറയുന്ന അൻവറിന് അറിയാം, പൾസ് അറിയാം. അൻവർ തുടക്കത്തിൽ തോപ്പിച്ചത് ഈ പറയുന്ന ആര്യാടന്റെ മകൻ ഷൗക്കത്തിനെയാണ്. എന്തുകൊണ്ട് ഷൗക്കത്തിന് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ പറയുന്ന ആര്യാട മുഹമ്മദ് മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുമ്പോൾ ആര്യാട മുഹമ്മദിനോട് മുസ്ലിങ്ങൾക്ക് ഒരു ആരാധനയുണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുമ്പോൾ അതേപോലെ വോട്ട് കിട്ടുമെന്ന് ഒരിക്കലും ആരും വിശ്വസിക്കേണ്ട. ലീഗിന് ഇപ്പോഴും അൻവറിനെ മാറ്റി നിർത്തിയതിൽ പിന്നെ കോൺഗ്രസിനോട് പ്രത്യേകിച്ച് സതീശിനോട് തീർത്തും വിദ്വേഷമുണ്ട്. അവർ വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. കാര്യം അവരുടെ കൂടെ ഉള്ള ഒരാളാണ് PV അൻവർ. വി ഡി സതീശൻ PV അൻവറിനോട് ഉള്ളിന്റെ ഉള്ളിൽ ജാതി ഈ ഹിന്ദു മത തീവ്രത കാണിച്ചു എന്ന് പറയുന്നവരുണ്ട്. എന്തിനാണ് അങ്ങനെ കാണിച്ചത്? ഇപ്പൊ കെ മുരളീധരൻ തിരിയും, കെ സുധാകരൻ തിരിയും, പിന്നെ ആരൊക്കെ ഇപ്പൊ ശത്രുക്കൾ ഉണ്ടായിരുന്നോ അവരെല്ലാം വി ഡി സതീശനെതിരെ തിരിയും. ഉറപ്പാണ്. ഈ പറയുന്ന മാങ്കൂട്ടത്തിനെ അയച്ചത് സതീശൻ തന്നെയാണ്. സതീശൻ തന്നെയാണ് അയച്ചത്. കാര്യം തെറ്റടാ, എനിക്ക് പറ്റി, നീ പോയിട്ട് വാ ചേട്ടാ, അത് എന്നെ പറഞ്ഞാൽ നാളെ ഞാൻ നിന്നെ തിരിച്ചു പറയും, അത് ഞാൻ ഉൾട്ടയായിട്ട് പറഞ്ഞോളാം, അത് ഞാൻ പറഞ്ഞ് രക്ഷിച്ചോളാം. ഇതൊക്കെ ആരെ കൂടെ? ഇവിടെ കുറെ മുഖ്യധാര മാധ്യമങ്ങളുണ്ട്. വിളമ്പുമ്പോൾ ഉടനെ സതീശനെ ഞാൻ അങ്ങനെ പറയും. സതീശൻ ആര്? യുവ നേതാവല്ലേ, യുവ MLAക്ക് ആര് പറയുന്നു? ഇതൊക്കെ കേട്ടോണ്ട് അതാ യുവ MLA പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാണമില്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്? ഇതെല്ലാം നല്ല A ക്ലാസ് ഗെയിമാണെന്നേ, നല്ല A ക്ലാസ് ഗെയിമാണ്. ചേട്ടൻ അനിയനെ പറഞ്ഞയക്കുന്നു, അനിയൻ തലയിൽ കൂടെ മുണ്ടിട്ട് പോകുന്നു. എന്നിട്ട് അൻവറിന് ഇതൊന്നും മനസ്സിലാവാത്തൊന്നുമല്ല. എന്നിട്ട് അൻവർ അയാളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് പാലക്കാട് ബൈ ഇലക്ഷൻ നടന്നപ്പോൾ എന്നെ വന്ന് കണ്ടിരുന്നു എന്നുള്ളത്. ഇതിൽ നിന്ന് ഒരു കാര്യം പിന്നല്ലാതെ അവിടെയും അൻവർ രക്ഷകനായി. അവിടെ അൻവർ എന്താ ചെയ്തത്? അൻവർ പാവ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അയാളെ സതീശൻ ഇങ്ങനെ ഉപയോഗിച്ചതാണ് എന്ന് തന്നെയാണ് സത്യം. അല്ല, ഇതിൽ വേറെ ഒരു ഇതുമില്ല. അപ്പോൾ പിണറായി വിജയന് ഇനിയും കേരളത്തിൽ ഒരിക്കൽ കൂടെ എൻട്രൻസ് കൊടുക്കാനായി ഈ പറയുന്ന രീതിയിൽ സതീശൻ കളിച്ചത് തന്നെയാണ്. വി ഡി സതീശൻ ഒരു മിനിയേച്ചർ പിണറായി ആകാൻ ശ്രമിച്ചു. പിണറായി കുഴിച്ച കുഴിയിൽ ഈ പറയുന്ന സതീശൻ വീണു. പിണറായിയുടെ കുഴിയിൽ സതീശൻ വീണു. സതീശന് കൈകാലിട്ടടിച്ചിട്ട് ഇനി യാതൊരു കാര്യവുമില്ല. എം സ്വരാജ് ജയിക്കാനായിരിക്കും ഇനി CPM-ന്റെ 18 അടവും. പിണറായി വിജയൻ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നിന്ന് ജയിപ്പിച്ചേ പറ്റും. പിന്നെ എം സ്വരാജിന് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ എം സ്വരാജ് മിക്കവാറും സൈഡ് ലൈൻ ജയിപ്പെട്ടോളാം. അതിലാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ റെസിഡന്റ് എഡിറ്റർ ദേശാഭിമാനിയെങ്കിലും അല്ലേ, ഇനി അതുപോലും ആവില്ല.